വർഷങ്ങൾ നീണ്ടുനിന്ന തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി.ജെ.പി. ബംഗാളിൽ അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. ചരിത്രപരമായ ഈ വിജയത്തിന് പിന്നാലെ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മമതാ ബാനർജിയുടെ പതനവും സുവേന്ദുവിന്റെ ഉദയവും ബംഗാൾ രാഷ്ട്രീയത്തിലെ ഈ മഹാമാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൊൽക്കത്തയിൽ നടന്ന ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗത്തിലാണ് അമിത്ഷാ സുവേന്ദുവിനെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. എല്ലാ നിർദ്ദേശങ്ങളിലും ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സുവേന്ദു അധികാരിയുടേതാണ് എന്ന് ഷായുടെ വാക്കുകൾ സുവേന്ദുവിന് പാർട്ടിയിലുള്ള അപ്രമാദിത്യം വ്യക്തമാക്കുന്നു. ഭവാനിപൂരിലും നന്ദിഗ്രാമിലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുവേന്ദു ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ബംഗാൾ കണ്ടത് ബി.ജെ.പിയുടെ വൻ കുതിപ്പാണ്. ആകെ 294 സീറ്റുകളിൽ 207 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി. അധികാരം ഉറപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് വെറും 80 സീറ്റുകളിലേക്ക് ഒതുങ്ങി. വടക്കൻ ബംഗാൾ മുതൽ തെക്കൻ ബംഗാൾ വരെ കാവിത്തരംഗം ആഞ്ഞടിച്ചപ്പോൾ മമതയുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീണു. ഭയത്തിന് വിട, വിശ്വാസത്തിന് സ്വാഗതം എന്ന സുവേന്ദുവിന്റെ മുദ്രാവാക്യം ബംഗാൾ ജനത ഏറ്റെടുത്തുവെന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. എന്നാൽ വിജയം ബി.ജെ.പിക്ക് എളുപ്പമായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും രാജിവെക്കാൻ മമതാ ബാനർജി തയ്യാറായില്ല. തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് ആരോപിച്ച് അവർ അധികാരം വിട്ടൊഴിയാൻ വിസമ്മതിച്ചു. ഒടുവിൽ ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ച് ഗവർണർ RNV രവി നിയമസഭ പിരിച്ചുവിടുകയും മമതയുടെ മന്ത്രിസഭയെ പുറത്താക്കുകയും ചെയ്തു. ഇതോടെയാണ് സുവേന്ദുവിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വഴിയൊഴിഞ്ഞത്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി സുവേന്ദു തന്റെ കർമ്മ പദ്ധതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ, തൊഴിലവസരങ്ങൾ, സുവർണ്ണ ബംഗാൾ നിർമ്മാണം എന്നിവയായിരിക്കും തന്റെ സർക്കാർ മുൻഗണന നൽകുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ ബംഗാളിന്റെ വികസനം വേഗത്തിലാക്കുമെന്നാണ് ബി.ജെ.പിയുടെ വാഗ്ദാനം. ശനിയാഴ്ച രാവിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സുവേന്ദു അധികാരി ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും.